നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 839. നാളെ 8:40 കൂടി ശ്രീകൃഷ്ണ കഥാമൃതം അവസാനിക്കും. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ പറയാറുണ്ട്, കഴിഞ്ഞ എപ്പിസോഡിലെ 90-ാം സർഗം കുറച്ച് ലെങ്തി ആയിരുന്നു. അതായത് 90-ാം സർഗം ഭാഗവത സംക്ഷേപം. ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മളതാ പറയണത്. അപ്പോൾ അതിലെ അവസാനം പറഞ്ഞത് 64-ാമത്തെ ശ്ലോകമാണ്. ഇതൊരാവൃത്തി വായിക്കൽ പോലും പാപവിമുക്തനാം. ഏത് വായിച്ചാൽ ഭാഗവത സംഗ്രഹം അർത്ഥം അറിഞ്ഞ് അപ്പോഴാണല്ലോ പിന്നെ ഇതിൻ്റെ സബ്ജക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഓരോ അധ്യായവും ഓരോ സ്കന്ധവും എന്തൊക്കെ പറഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അത് മനനം ചെയ്യാണത് ഈശ്വരാധീനം ഉണ്ടാവാൻ ഉപകരിക്കും. അപ്പോൾ ഇതൊരാവൃത്തി വായിക്കൽ പോലും പാപവിമുക്തനാം. ഇനി എന്നല്ല ദേവമർത്യന്മാർ പിതൃക്കളും അസംശയം സന്തോഷമാർന്ന് അഭീഷ്ടങ്ങൾ എന്തും നൽകും അസംശയം. ഇനി എന്താ വേണ്ടത്? ഈ ശ്രീകൃഷ്ണ കഥാമൃതം ഒന്ന് നീറ്റായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ നമ്മുടെ പ്രാരബ്ധങ്ങൾ തീരും. കാരണം ഇപ്പം നമ്മൾക്ക് പ്രാരബ്ധങ്ങൾ ഉണ്ടെന്ന് തോന്നാൻ കാരണം കാര്യഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. കാര്യഗൗരവം മനസ്സിലായാൽ ഈ പ്രശ്നങ്ങൾ ഓടി ഒളിക്കും. അതുകൊണ്ടാണ് എന്നല്ല ദേവമർത്യന്മാർ പിതൃക്കൾ, മർത്യന്മാര് പിതൃക്കള് അസംശയം സന്തോഷമാർന്ന് അഭീഷ്ടങ്ങളെന്തും നൽകും അസംശയം. പിന്നെ പറഞ്ഞു, തേനും നെയ്യും പാലും എങ്ങും ഒഴുക്കിയിടും മഹാഫലം. അല്ലേ? രാഷ്ട്രീയക്കാർ പറയില്ലേ, എന്താ അവിടെ വെള്ളമില്ലേ, വെള്ളം എന്നോട് ജയിപ്പിക്കും. വെള്ളമല്ല, ഞാൻ തേനും പാലും ഒഴിപ്പിക്കുന്നു പറയും. പറഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതിനെ വാക്കാർത്ഥത്തിൽ എടുക്കരുത്. അതൊരു എക്സാജറേറ്റീവ് മോഡ് ഓഫ് കോംപ്രമൈസ്, അത്രയേ ഉള്ളൂ, വോട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ തേനും നെയ്യും പാലും എങ്ങും മുഴുക്കേടും മഹാബലം. വേദം 3 പഠിച്ചോനുണ്ട് അതുതാനും ഇതുമേകിടും. ഋഗ്വേദം, യജുർവേദം, സാമവേദം പഠിച്ചാൽ എന്ത് ഒരു വ്യക്തിക്ക് ഗുണമുണ്ടാവും? ആ ഗുണം ഭാഗവതം പഠിച്ചുണ്ടാവും, ശ്രീകൃഷ്ണ കഥാമൃതം പഠിച്ചുണ്ടാവും. ഇനി എന്താ വേണ്ടത്? ഋഗ്വേദികൾ, യജുർവേദികൾ, സാമവേദികൾ, അപ്പോൾ വേദം 3 പഠിച്ചോനുണ്ടതു താൻ ഇതും മേകിടും. വർണ്ണാശ്രമാദി ഭേദങ്ങൾ നോക്കാതെ ഈ ദിവ്യ സംഹിത. വർണ്ണാശ്രമാദി ഭേദങ്ങൾ, ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ കലഹിക്കണ്ട, ആർക്ക് വേണമെങ്കിലും വായിക്കാം. ഏവർക്ക് അപ്പോൾ പറഞ്ഞു, വർണ്ണാശ്രമാദി ഭേദങ്ങൾ നോക്കാതെ ഈ ദിവ്യ സംഹിത ഏവർക്കും, എല്ലാവർക്കും ഏവർക്കും തക്കമട്ടേകും ജ്ഞാനാദിനിഖിലം ഫലം. അവരവരുടെ എഫർട്സിനനുസരിച്ചിട്ടുള്ള ഫലം തരുന്നതാണ് പറഞ്ഞത്. ഞാൻ എത്ര എഫർട്ട് ഇടണോ അത്ര ഫലം എനിക്ക് കിട്ടും. നിങ്ങൾ എത്രയൊക്കെ ഇടണോ, എന്നേക്കാൾ മീതെ ഇടണുണ്ടോ, നിങ്ങൾക്ക് എന്നേക്കാൾ മീതെ ഫലം കിട്ടും. അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഏവർക്കും തക്കമട്ടേകം ജ്ഞാനാദിനിഖിലം ഫലം കലിമാലിന്യമൊട്ടാകെ നീക്കും ഈശ്വരവൈഭവം. ഏവർക്കും തക്കമട്ടേകം ജ്ഞാനാദിനീലം ഫലം മാലിന്യം ഒട്ടാകെ നീക്കും ഈശ്വരവൈഭവം. ഈശ്വര 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 എന്ന് വിളിച്ചാൽ തന്നെ ഈശ്വരൻ പറഞ്ഞ ദിവ്യമായ ഉപദേശങ്ങൾ ആരെ കേട്ട് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നു അവരൊക്കെ രക്ഷപ്പെടും. കലിമാലിന്യമൊട്ടാകെ നീക്കും ഈശ്വരവൈഭവം കാണുകില്ല അത്രയും മറ്റു പുരാണങ്ങളിൽ നിശ്ചയം. ഇതര പുരാണങ്ങളിലെ ഭാഗവതത്തിൻ്റെ മേന്മ കാണില്ല. കാരണം എന്താ? ഭാഗവതം ഭഗവാനെ പറ്റിയിട്ട് പറയണതാ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
കാണുകില്ല ഇത്രയും മറ്റു പുരാണങ്ങളിൽ നിശ്ചയം. ഇതിലോ കഥയോരോന്നും തൻ തൃക്കാൽ മലരി മധുപുരണ്ട ദിവ്യമാധുര്യം ആത്മാവിലണയിപ്പതാം. എന്താണ് ഈ ശ്രീകൃഷ്ണ കഥാമൃതം അല്ലെങ്കിൽ ഭാഗവതത്തിൻ്റെ പ്രസക്തി? ഇതിലോ കഥ ഓരോന്നും, ഇതിൽ പറഞ്ഞ ഓരോ കഥകളും തൻ തൃക്കാൽ മലരിൽ ഭഗവാന്റെ തിരുവാദ പത്മങ്ങളിൽ തേൻ പുരണ്ട ദിവ്യമാധുര്യം ആത്മാവിൽ അണയിപ്പതാം. ഭഗവാന്റെ കാലിൽ തൃപ്പാദങ്ങളിൽ നമ്മുടെ ശിരസന്മാരായിട്ട് ഭക്തിശ്രദ്ധയോടുകൂടി രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പാദപത്മത്തിലുള്ള ധൂളികൾ അമൂല്യമായിട്ടുള്ള അമൃത് തരുന്നതാണ്. അമൂല്യമായിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. അമൃത്, മരണമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ജനിക്കാണ്ടിരിക്കുന്ന അർത്ഥം. ജനന മരണങ്ങളെ ഒഴിവാക്കാനുള്ള കഴിവ് അതിന് തരും. അത് എവിടേക്ക് എത്തും? നമ്മുടെ ആത്മാവിലേക്ക് എത്തും, നമ്മുടെ മനസ്സിലേക്ക് എത്തും. ദിവ്യമാധുര്യം ആത്മാവിലണയിപ്പതാം. അത്തരം ബ്രഹ്മരുദ്രാദി വന്ദനാം ഭഗവാനെ ഞാൻ ഭജിക്കുന്നേൻ. ബ്രഹ്മാവും പരമശിവനും സദാസമയത്തും ശിരസ് കൊണ്ട് നമിച്ച് സ്തോത്രം ചെയ്യുന്ന വിഷ്ണുവിനെ ഞാൻ നമിക്കുന്നു എന്നാണ് പറഞ്ഞത്. ബ്രഹ്മാവും പരമശിവനും. അത്തരം ബ്രഹ്മരുദ്രാദി വന്ദനാം ഭഗവാനെ ഞാൻ ഭജിക്കുന്നേൻ. എങ്ങനെ? ഭക്തിപൂർവം ഇതേ ജന്മൈക ലാഭമാം. ഓരോ ജന്മത്തിലെയും ലാഭം എന്താണ്? ഈശ്വരനെ ഉപാസിക്കുക എന്നുള്ളതാണ്. അതാണ് പണ്ട് നടന്നിരുന്നത്, ഈശ്വരോപാസന. പക്ഷേ അതെങ്ങനെയോ കൈവിട്ടുപോയി. ഈശ്വരോപാസന കൈവിട്ടുപോയി. അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. അപ്പോൾ തിരിച്ചു പിടിക്കണം. എന്ത് തിരിച്ചു പിടിക്കണം? നാം ഓരോരുത്തരും ഈശ്വരീയത സമ്പാദിക്കുന്നതിൽ വിമുഖത കാണിക്കരുത്. അപ്പോൾ വിത്തിൻ നോ ടൈം നമ്മുടെ ഹൃദയപത്മത്തിൽ ഭഗവാൻ സുസൂക്ഷ്മം നോക്കിയിരിക്കുകയാണ്. എപ്പോഴാണ് ഇയാൾ എന്നെ മനസ്സിലാക്കാൻ തുടങ്ങുക? നമ്മൾക്ക് അതിനൊരു സങ്കല്പം ചെയ്യാൻ സാധിച്ചാൽ തന്നെ ഉടനെ ഭഗവാൻ അതിനുള്ള കാര്യങ്ങൾ നിർത്തിത്തിരിയായി. അത്തരം ബ്രഹ്മരുദ്രാദി വന്ദനാം ഭഗവാനെ ഞാൻ ഭജിക്കുന്നേൻ. ഭക്തിപൂർവം ഇതേ ജന്മൈകലാഭം. ഇനി അതിലെ അവസാനത്തെ ശ്ലോകം, 70ാമത്തെ ശ്ലോകം പറയണു. ആത്മാനന്ദസരിത്തിൽ ആത്മാവിലുണ്ടാകുന്ന ആനന്ദത്തിൻ്റെ ഒഴുക്ക്, സ്രോതസ്, അരുവി. ആത്മാനന്ദസരിത്തിൽ നീന്തിയിടുകിലും ശ്രീകൃഷ്ണനീലാരസാസ്വാദം കാരണമായതിൻ്റെ മധുമാധുര്യം ജഗത്തൊക്കെയും. ഒരു വീട്ടിലല്ല, ജഗത്ത് മുഴുവൻ നിറയുന്ന പറഞ്ഞത്. ആത്മാനന്ദസരിത്തിൽ നീന്തിയിടുകിലും ശ്രീകൃഷ്ണനീലാരസാസ്വാദം കാരണമായതിൻ്റെ മധുമാധുര്യം ജഗത്തൊക്കെയും ആ സേവിക്കണമെന്നു കണ്ട് കൃപയാൽ മാത്രം പുരാണോത്തമം ശ്രീമദ് ഭാഗവതം രചിച്ച ഭഗവാൻ വ്യാസാത്മജനായി തൊഴാം. ഈ മഹാഭാഗവതം, ശ്രീമദ് ഭാഗവതം രചിച്ച ഭഗവാൻ വ്യാസരെ തൊഴണം. എന്താ? ആത്മാനന്ദസരത്തിൽ നീന്തിയിടയിലും ശ്രീകൃഷ്ണ ലീലാരസാസ്വാദം കാരണമായതിൻ്റെ മധുമാധുര്യം ജഗത്തൊക്കെയും സേവിക്കണമെന്ന്. ആര് സേവിക്കണമെന്ന് കണ്ട് ആർക്കാണ് സേവിക്കേണ്ടത് അവർക്കിത് കിട്ടും. അങ്ങനെയാണ്. സേവിക്കണം എന്നു കണ്ടു കൃപയാൽ മാത്രം പുരാണോത്തമം ശ്രീമദ് ഭാഗവതം രചിച്ച ഭഗവാൻ വ്യാസാത്മജനായി തൊഴാം. ഇതി ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ 90തമ സർഗ. 90ാമത്തെ സർഗം കഴിഞ്ഞു. ഇനി 91ാമത്തെ ഒരു സർഗം മാത്രമേ ഉള്ളൂ, പ്രണാമവും ഭഗവത് പ്രസാദവും. അതിൽ 31 ശ്ലോകമുള്ളത്. അപ്പം ഞാൻ എന്തു ചെയ്യും? ആദ്യത്തെ 9 ശ്ലോകം ഇപ്പോൾ പറഞ്ഞു നിർത്തും. നാളെ ശനിയാഴ്ച നാളെ വെള്ളിയാഴ്ച ആയിട്ട് അല്ല, അതെ,
എന്താ വെച്ചാൽ ഇപ്പോൾ എനിക്ക് തന്നെ ഓർമ്മയില്ല. മനസ്സിലായില്ലേ? എന്താവട്ടെ. അപ്പോൾ നാളെ നമുക്ക് അത് അവസാനിപ്പിക്കാം. 840 ആയിക്കോട്ടെ, റൗണ്ട് ഫിഗർ ആയിക്കോട്ടെ, വിചാരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ ഞാൻ ആയിക്കോട്ടെ. അപ്പോൾ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. 91-ാം സർഗം പ്രണാമവും ഭഗവത് പ്രസാദവും. 1-ാമത്തെ ശ്ലോകം. ബ്രഹ്മാദ്യരേവരും സ്വസ്ത്രം ചെയ്യുന്നു മധുവാണിയാൽ. സ്വസ്ത്രം ചെയ്യുമ്പോൾ എങ്ങനെ വേണം? മധുരമൂറുന്ന വാക്കുകളെ കൊണ്ട്, കരയാതെ കണ്ട് ആനന്ദ നിർവൃത്തിക്ക് വേണ്ടിയിട്ടാണ് എന്ന ബോധത്തോടു കൂടിയിട്ട് വേണം സ്വസ്ത്രം ചെയ്യാൻ. ബ്രഹ്മാദ്യരേവരും സ്വസ്ത്രം ചെയ്യുന്നു മധുവാണിയാൽ. മഹർഷിവര്യർ വാഴ്ത്തുന്നു വേദാന്ത സൂക്തിയാൽ. മഹർഷിവര്യന്മാരാണ് വാഴ്ത്തണത്. എങ്ങനെ? വേദാന്ത സൂക്തിയാൽ. 2, യോഗീശ്വരന്മാർ ഉൾക്കണ്ണാൽ ഓർത്തു കാൺമോ സമാധിയിൽ. യോഗീശ്വരന്മാരെന്താ ചെയ്യണത്? അവരെ ഉൾക്കണ്ണാൽ ഓർത്ത്, മനക്കണ്ണുകൊണ്ട്, മനസ്സാകുന്ന കണ്ണുകൊണ്ട് കാൺമു സമാധിയിൽ. ഹരേ ഹരേ നമ എന്നാണ്. എന്നാലും ആർത്തൻ മഹാത്മ്യം ശരിക്കറിയുവാൻ പണി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭഗവാന്റെ വിഭൂതികൾ എങ്ങനെയാണ്, ഇത്രയൊക്കെയാണ് എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എത്ര പറഞ്ഞാലും തീരില്ല. അങ്ങനെയാണ്. എന്നാലും ആർത്തൻ മഹാത്മ്യം ശരിക്കറിയുവാൻ പണി. ആ മട്ടിലെന്നും വിലസും. എന്നും നവമായിട്ട് വരും, പുതുതായിട്ട് തോന്നും. ആ മട്ടിലെന്നും വിലസും ഭഗവാനെ നമിപ്പൂ ഞാൻ. അങ്ങനെ ഇരിക്കുന്ന ഭഗവാനെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? നമസ്കരിക്കണമെന്ന് പറഞ്ഞു. ആ മട്ടിൽ എന്നും വിലസും ഭഗവാനെ നമിപ്പൂ ഞാൻ. മഹാമഹിമ ജീവനതോർക്കാൻ പോലും പ്രയാസമാം. സാധാരണക്കാർക്ക് അത് ഓർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ അസാധാരണ വൈഭവമുള്ള ഭഗവാനെ ആശ്രയിച്ചാൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. പ്രഭുഷയോ. അപ്പോൾ ആ മട്ടിലെന്നും വിലസും ഭഗവാനെ നമിപ്പൂ ഞാൻ. മഹാമഹിമ ജീവനതോർക്കാൻ പോലും പ്രയാസമാം. സമുദ്രമഥനം പണ്ട് ഭഗവാൻ തന്നെ ചെയ്തതാം. സമുദ്രമഥനം ചെയ്തത് ഭഗവാനാണ്. ദേവന്മാരും അസുരന്മാരും ഒക്കെ ക്ഷീണിച്ചു പോയി. അപ്പോൾ 2 കൈ കൊണ്ട്, ഒരു കയ്യിൽ തലയും ഒരു കയ്യിൽ വാലും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഉണ്ടായത്. അപ്പോൾ സമുദ്രമഥനം പണ്ടു ഭഗവാൻ തന്നെ ചെയ്തതാം. ദേവാസുര പ്രയത്നങ്ങളെല്ലാം പേർ മാത്രമാം വിധം. ദേവന്മാരും അസുരന്മാരും പ്രയത്നം പേരിന് മാത്രമേ ഉണ്ടായുള്ളൂ എന്നാ. അന്തര്യാമി പ്രഭാവത്താൽ മാത്രം വിശ്വം ലസിക്കയാം. എൻ്റെയും നിങ്ങളുടെയും ആത്മാവിൻ്റെ പ്രഭാവത്തിലാണ് ഈ പ്രപഞ്ചം ചലിക്കുന്നത്. ഇതിനേക്കാൾ വലിയൊരു അറിവെന്താ? കാരണം നമ്മളെപ്പോലെ ഒരാളാണല്ലോ പ്രൈം മിനിസ്റ്റർ ആവണത്, നമ്മളെപ്പോലെ ഒരാളല്ലേ ചീഫ് ജസ്റ്റിസ് ആവണത്, നമ്മളെപ്പോലെ ഒരാളല്ലേ റിസർവ് ബാങ്ക് എന്താണെന്നാ പറയുക, പ്രസിഡൻറ്റോ എന്താ വെച്ചാൽ ഗവർണറോ എന്താ വെച്ചാൽ ആവണത്. വിദേശകാര്യമന്ത്രി നമ്മളെപ്പോലൊരാളല്ലേ. ഇന്ന് ഈസ്റ്റ് ഓർ വെസ്റ്റ്, നോർത്ത് ഓർ സൗത്ത്, എല്ലാ രാജ്യങ്ങളും ഇന്ത്യയെ ഉറ്റുനോക്കുന്നത് കൊണ്ടെന്താ? ഒരു കാലത്ത് 10ഉം 12ഉം സ്ഥാനത്തിൽ നിന്ന് 7ഉം 8ലേക്ക് എത്തി 5ഉം 6 ഇപ്പം 3ൽ നിൽക്കണം. വിത്തിൻ നോ ടൈം നമ്പർ 1 സൂപ്പർ പവർ ആവാൻ പോവാണ് ഇന്ത്യ, മഹാഭാരതം. കാരണം അത് അങ്ങനെ വരുള്ളൂ. കാരണം എന്തെല്ലാം ത്യജിച്ചിട്ടാണ് ഈ രീതിയിൽ എത്തണത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ലോകത്തിൻ്റെ കണ്ണിലുണ്ണിയാണ് ഭാരതീയ ദർശനങ്ങൾ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെ ചേർത്ത് പിടിക്കാൻ സാധിച്ചാൽ വിഭാഗീയത ഇല്ലാതെ ഉണ്ടാവും. അതിനെ ചേർത്ത് പിടിക്കണം. അപ്പോൾ പറഞ്ഞതെന്താ? അന്തര്യാമി പ്രഭാവത്താൽ മാത്രം വിശ്വം ലസിക്കയാം. മന്ദരം മുതുകുത്ത് അങ്ങ് ഇങ്ങ് അരഞ്ഞുളവിലത്രയും. അപ്പോൾ ഒരു
ആമയായിട്ട് ഭഗവാൻ മന്ദരപർവ്വതത്തെ പിടിച്ചു നിർത്തിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ തന്നെ ഈ മന്ദരപർവ്വതത്തെ വാസുകി എന്ന കയറുകൊണ്ട് വലിക്കുമ്പോൾ മന്ദരപർവ്വതം മേലെ ഉരസുമ്പോൾ ഒരു സുഖം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. നമ്മളാണെങ്കിൽ അയ്യോ എൻ്റെ അമ്മയ്ക്ക് ഞാൻ മരിക്കാൻ പോകണു എന്ന് പറഞ്ഞില്ല നിലവിളിക്കും നമ്മൾ. അപ്പോൾ മന്ദരം മുതുകുത്തങ്ങെങ്ങും ഉരഞ്ഞു അളവിലത്രയും സുഖനിദ്രയിലാം തൻ്റെ മഹത്താം ശ്വാസവായുവ. സുഖനിദ്രയിലാം ഭഗവാൻ അപ്പോഴും ഏത് നിദ്രയിലാന്ന് പറയുക? യോഗനിദ്രയിലാണ്. ഭഗവാൻ യോഗനിദ്രയിലാണ്. ഇതൊന്നും പ്രശ്നമല്ല, അദ്ദേഹത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സുഖനിദ്രയിലാം തൻ്റെ മഹത്താം ശ്വാസവായുവാൽ ഉളവായുള്ളതാം ആഴിത്തിരതല്ലിന്നും അല്പവും. ഭഗവാന്റെ ശ്വാസനിശ്വാസങ്ങളാണ് സമുദ്രത്തിൽ തിരമാലകളായിട്ട് മാറുന്നതെന്ന. ചൂടുള്ള ചായ കാപ്പി നമ്മൾ കപ്പിൽ എടുത്ത് ഊതി തിരമാലകൾ ഉണ്ടാക്കും. ഊതുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? തണുപ്പാവണത്. അപ്പോൾ ഉളവായുള്ളതാം അപ്പം സുഖനിദ്രയിലാം തൻ്റെ മഹത്താം ശ്വാസവായുവാൽ ഉളവായുള്ളതാം ആഴിത്തിരതല്ലിന്നും അല്പവും നിലച്ചില്ല അത്തരം ദിവ്യപ്രഭാവനെ നമിപ്പൂ ഞാൻ. ദിവ്യപ്രഭാവമുള്ളവരെ വേണം നമസ്കരിക്കാൻ. അപ്പോൾ അത് രാഷ്ട്രീയക്കാർക്കുണ്ടെങ്കിൽ ആവാം, അല്ലെങ്കിൽ ചെയ്യരുത്. രാഷ്ട്രീയക്കാരെ നമസ്കരിക്കേണ്ട ആവശ്യമില്ല. രാഷ്ട്രബോധമുള്ള ആൾക്കാരാണോ നമസ്കരിച്ചോളൂ. അവരെ MLA MP ആവേണ്ട ആവശ്യമില്ല. രാഷ്ട്രഭക്തി ഉണ്ടാവണം, അതാണ് ആവശ്യം. അപ്പോൾ ഭവഭീതിയകറ്റീടിനുപദേശിച്ചതാം നിലച്ചില്ല അത്തരം ദിവ്യപ്രഭാവനെ നമിപ്പൂ ഞാൻ. പണ്ട് ഈ പുരാണം തന്നാഭിപത്മത്തിൽ വിധി വാഴ്കവേ. തൻ്റെ പൊക്കിളിൽ നിന്ന് ഉൽപ്പന്നമായ താമരയിൽ ഇരിക്കുന്ന ബ്രഹ്മാവിന് സാക്ഷാൽ നാരായണൻ ഈ ഭാഗവതം, അതാണ് ചതുശ്ലോകി ഭാഗവതം, പറഞ്ഞു കൊടുത്തു എന്നാ. അപ്പോൾ നാഭിയിൽ നിന്ന് താമര ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു താമര അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഭൂമിയാകുന്ന താമര എന്നാ. ഇത് എത്രയോ സപ്താഹം നടത്തിയവർക്കും കേൾക്കാൻ പോയിട്ടുള്ളവർക്കും മനസ്സിലായിട്ടില്ല. എവിടെയും പത്മനാഭൻ്റെ ഫോട്ടോ ഉണ്ടാവും, ചിത്രം ഉണ്ടാവും. പക്ഷേ ആ താമരയിലിരിക്കുന്ന താമര എന്തിനെ റെപ്രസെൻ്റ് ചെയ്യണം? ഭൂമിനെ റെപ്രസെൻ്റ് ചെയ്യണത്. അത് നമുക്ക് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാവണം. അതുകൊണ്ടാണ് ഭവഭീതിയകറ്റീടാനുപദേശിച്ചതാം ഹരി വൈരാഗ്യമുൾത്തിങ്ങും വതും കൃഷ്ണലീലാമൃതാബ്ധിയിൽ. വൈരാഗ്യം ഉൾത്തിങ്ങുവതും കൃഷ്ണലീലാമൃതമാകുന്ന സമുദ്രത്തിലാണ് എന്ന് പറയുന്നു. എപ്പോഴാണ് വൈരാഗ്യം വരിക? കാര്യങ്ങൾ കാരണസംഹിതം നമ്മൾ പഠിക്കുമ്പോൾ. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സിഗ്നോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.